നമ്മളൊക്കെ മനുഷ്യജീവിതത്തിൽ കാണുന്ന തൃപ്തികരമായ ചിലയിടങ്ങളുണ്ട്. അത് നമ്മുടെ കണ്ണുകൾ തിരഞ്ഞെടുക്കുന്നതാണ്. എന്നാൽ അതിനപ്പുറം നമ്മുടെ ഹൃദയം സഞ്ചരിക്കുന്ന വഴികളിലൂടെയാണ് നമ്മുടെ കാഴ്ചയും കേൾവിയുമൊക്കെ സഞ്ചരിക്കുന്നതെങ്കിൽ ചില മനുഷ്യരുടെ കൂട്ടായ്മകളും അവരുടെ പ്രവർത്തനങ്ങളും ഇടപെടലുകളുമൊന്നും കാണാതിരിക്കാനാവില്ല. വെഞ്ഞാറമ്മൂട് ചാരിറ്റി വില്ലേജ് എന്ന് പറയുന്നത് അത്തരത്തിൽ വേറിട്ട ഒരു ദൗത്യമാണ്, ഒരു സേവനത്തിൻ്റെ ഇടമാണ്. ഒരുപാട് പുസ്തകങ്ങൾ ജീവിതകാലം മുഴുവൻ വായിച്ചു തീർത്താലും ചിലപ്പോൾ അതിൻ്റെ കാമ്പും കഴമ്പും അല്ലെങ്കിൽ അതിൽ തെളിയുന്ന അക്ഷരങ്ങളും ബുദ്ധി കൊണ്ടാണെങ്കിൽ ആശയങ്ങളുമൊക്കെ കിട്ടുള്ളൂ. പക്ഷേ ആത്മാവ് ചേർത്ത് വെച്ച് തൊടുമ്പോൾ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വേറിട്ട സേവന പ്രവർത്തനമാണ് ഉവൈസ് അമാനി നദ്വി എന്ന ഒരു പണ്ഡിതൻ്റെ നേതൃത്വത്തിൽ ഈ വെഞ്ഞാറമ്മൂട് ചാരിറ്റി വില്ലേജ് എന്ന ഇടത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത്. സാധാരണ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ ഇത്തരം ദൗത്യങ്ങൾ അപൂർവമായാണ് ഏറ്റെടുക്കാറുള്ളത്. മറ്റു പല മേഖലകളും അനാഥാലയങ്ങളും അല്ലെങ്കിൽ അറബി കോളേജുകളുമൊക്കെ നടത്തുമ്പോൾ വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ട നിസ്സഹായരായ മനുഷ്യരെ, അത് ഏറ്റവും വെല്ലുവിളി നേരിടുന്ന മനുഷ്യരെ ആത്മാർത്ഥമായ സമർപ്പണത്തിലൂടെ അവരെ അങ്ങനെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുന്നൊരു മനോഹര കാഴ്ചയുണ്ട്. ഞാനൊരിക്കൽ അവിടെ പോയിരുന്നു. ഞാൻ അവിടെ പോയ സന്ദർഭം എൻ്റെ ഉമ്മ വളരെ ഗുരുതരമായ അവസ്ഥയിൽ വെല്ലുവിളി നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് വഴങ്ങി അവിടെ ചെല്ലേണ്ടി വന്നത്. ആ തിരിച്ചുപോക്കിൻ്റെ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ യാത്രയായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാനത് ഓർക്കുമ്പോൾ ആ സന്ദർശനവും എപ്പോഴും ഓർക്കാറുണ്ട്. കാരണം അവിടെ നിൽക്കുമ്പോഴുള്ള എൻ്റെ മനസ്സും ആ കാഴ്ചയുമൊക്കെ ഒരു സവിശേഷമായ രീതിയിലാണ് ഞാൻ വായിച്ചെടുത്തത്. കാഴ്ചകളൊക്കെ ഒന്നായിരിക്കും, നോട്ടങ്ങളും സമാനമായിട്ട് കാണുന്നവർക്ക് തോന്നും. എന്നാൽ അതിനപ്പുറത്ത് അത് നമ്മുടെ ആത്മാവിൽ നാം വായിച്ചെടുക്കുന്നത് നമ്മുടെ അനുഭവം, ചിന്ത, ആ സമയത്തെ വികാരം ഇതൊക്കെ ചേർത്ത് വെച്ചാകും. ഏതായാലും ഈ വിശുദ്ധ റമദാൻ മാസത്തിൽ അവരെ ഓർക്കേണ്ടത് ആവശ്യമുള്ള കാര്യമാണ്. കഴിയുന്ന സഹായങ്ങളും ഉപകാരങ്ങളും അവർക്ക് ചെയ്യേണ്ടതുണ്ട് എന്ന് മാത്രമല്ല, എപ്പോഴെങ്കിലും അതുവഴിയൊക്കെ കടന്നു പോകുമ്പോൾ ഒന്ന് കയറി കണ്ടുപോകണം. അങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹം, നമ്മൾ ഇനിയും കിട്ടാനുള്ളതിനെക്കുറിച്ച് നമ്മൾ വല്ലാണ്ട് പ്രാർത്ഥിക്കൂലേ, പക്ഷെ കിട്ടിയതിൻ്റെ ഒരു വലിപ്പം നമുക്ക് ഓർമ്മ വരുന്നത് ഇത്തരം ഇടങ്ങൾ സന്ദർശിക്കുമ്പോഴാണ്. അന്നവസ്ത്രം മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ എന്ന് പറയുന്നില്ലേ ശ്രീനാരായണ ഗുരുദേവൻ. അതായത് ഓൾറെഡി തന്നു രക്ഷിച്ചു, അതിൻ്റെ നന്ദിയാണ് പിന്നീട് ദൈവദശകത്തിൽ ഗുരുദേവൻ ദൈവത്തിനോട് പറയുന്നത്. അതുപോലെ തന്നതിനുള്ള നന്ദി, തരാനിരിക്കുന്നതും ആവശ്യപ്പെടുന്നതുമൊക്കെ ചോദിക്കുമ്പോഴും അതിനുള്ള നന്ദി രേഖപ്പെടുത്തൽ എന്ന നിലയിൽ അതിന് ഓർക്കപ്പെടേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ഞാൻ ഈ ഫ്ലോറിൽ ഷെയർ ചെയ്യുന്നു. കാണുക, കഴിയുന്നവർ സഹായിക്കുക, സന്ദർശിക്കുക. എന്തായാലും നിങ്ങളും കുടുംബത്തോടൊപ്പവും കുഞ്ഞുങ്ങളുമൊക്കെയായി പോയി കാണേണ്ട ഒരിടമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സ്നേഹിതരെ, ചാരിറ്റി വില്ലേജ് എന്ന ഈ സഹജീവി സ്നേഹത്തിന്റെ പ്രകൃതി ഗ്രാമത്തിൽ ഒരിക്കലെങ്കിലും വന്നിട്ടുള്ളവർക്കൊക്കെ അറിയുമല്ലോ, 100ഓളം വരുന്ന ഇവിടുത്തെ അന്തേവാസികൾ കാഴ്ചയിൽ പ്രായവും ശാരീരിക വളർച്ചയും ഒക്കെ ഉണ്ടെങ്കിലും ബുദ്ധിപരമായി അവർ പലപ്പോഴും കൊച്ചു കുഞ്ഞുങ്ങളെക്കാളും താഴെയാണ്. എന്നെ അനുസരിക്കൂ മോനെ, പിന്നെ നമസ്കരിക്കൂ മോനെ. ഇപ്പോഴും ഇവരിൽ പലർക്കും ഭക്ഷണം വാരി കൊടുക്കണം, ബാത്റൂമിൽ കൊണ്ടുപോകണം, കുളിപ്പിച്ചു കൊടുക്കണം, എല്ലാം ചെയ്തു കൊടുക്കണം. എന്തെന്നാൽ അതുപോലും വേണ്ടതുപോലെ നിർവഹിക്കുവാൻ അവരിൽ പലർക്കും അറിയില്ല. ഇവരുടെ മാതാപിതാക്കളോ വേണ്ടപ്പെട്ടവരോ ഇന്നെവിടെയാണെന്ന് തന്നെ അറിയില്ല. ഇന്നവരുടെ വീടും കുടുംബവും എല്ലാം ഈ ചാരിറ്റി വില്ലേജ് മാത്രമാണ്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടുകാലമായി ഈ അനാഥ മക്കളുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി പ്രവർത്തിക്കുന്ന ഈ കാരുണ്യ സ്ഥാപനം ഇവർക്ക് വേണ്ടിയിട്ടാണ് വർഷത്തിലൊരിക്കൽ നിങ്ങൾക്ക് മുമ്പിൽ ഇത്തരം ഒരു സഹായ അഭ്യർത്ഥനയുമായി വരുന്നത്. ദിവസേനയുള്ള ചിലവുകൾക്കായി മാത്രം 30,000 രൂപയോളം വേണ്ട ഈ സ്ഥാപനത്തിന് 22 ലക്ഷം രൂപയിൽ അധികമാണ് നിലവിലെ കടബാധ്യത മാത്രം. ഇതിനൊക്കെ പുറമെ അടിയന്തരമായി പൂർത്തിയാക്കേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ലക്ഷോപലക്ഷം വേറെയും കണ്ടെത്തണം. ഇത്തരുണത്തിലാണ് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ എല്ലാം സഹായം തേടി അല്പം കൂടി വിവരണത്തോടെ ഒരു സഹായ അഭ്യർത്ഥന വീഡിയോ ചാരിറ്റി വില്ലേജിന്റെ പ്രത്യേക പേജിലും അമാനി മീഡിയയിലും പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. വിശദമായി കാണാനും സഹകരിക്കാനും അതും ഉപയോഗപ്പെടുത്തുമല്ലോ. വിശുദ്ധിയുടെ ഈ ദിനരാത്രങ്ങളിൽ നിങ്ങൾ വിഹിതം ചെയ്യുന്ന നിങ്ങളുടെ വിലപ്പെട്ട സക്കാത്തിലും സദഖയിലും ഈ സാധുക്കളെ മറന്നുപോകാതെ പരിഗണിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും ഗൂഗിൾ പേ ഉപയോഗിക്കുമ്പോൾ വന്നേക്കാവുന്ന സംശയം നിവാരണം ചെയ്യാൻ സഹായകമാകുന്ന വീഡിയോ ഭാഗവും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.
പിന്നിട്ട വഴികളിൽ ഈ കാരുണ്യ സ്ഥാപനത്തിനോട് സ്നേഹത്തോടെ സഹകരിച്ച ആയിരക്കണക്കിന് നല്ല മനുഷ്യരുണ്ട്. അവരെ ഞങ്ങൾ പ്രത്യേകം ഓർക്കുകയാണ്. അവർക്ക് വേണ്ടി എല്ലാ സന്ധ്യയിലും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കഴിവിൻ്റെ പരമാവധി തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം ഈ വീഡിയോ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ നിങ്ങളാൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതൊക്കെയായി കൂടെയുണ്ടാകണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും ഇരുലോകത്തും നിങ്ങൾക്കും നമുക്കുമെല്ലാം ഉണ്ടാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.